വേനൽ ആരംഭിച്ചപ്പോഴേ കരയാളർത്തോട്ടം നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. ഇവിടെ 40ഓളം കുടുംബങ്ങളാണുള്ളത്. ഇവരുടെ ഏക ആശ്രയം വറ്റിയ ഒരു കിണറാണ്. എല്ലാവർക്കും വേണ്ട വെള്ളം ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടാറില്ല. ദിവസം ഒരു കുടം വെള്ളം കൊണ്ട് ഒരു കുടുംബം തൃപ്തരാകേണ്ട അവസ്ഥ. വർഷങ്ങൾക്ക് മുൻപ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ കുഴൽക്കിണർ സ്ഥാപിച്ചെങ്കിലും ഇപ്പോൾ അതുകൊണ്ടും പ്രയോജനമില്ല. കരയാളംതോട്ടം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. എല്ലാ വർഷവും വരൾച്ച സമയത്താണ്. ഇപ്പം വരൾച്ചയെക്കാളും നേരത്തെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ 65 വീട്ടുകാരുണ്ട്. 65 വീട്ടുകാർക്കും കുടിവെള്ളം പല കിണറുകളെ ആശ്രയിച്ചായിരുന്നു. കിണറുകളിൽ കഴിഞ്ഞ വർഷത്തെ വരൾച്ച രൂക്ഷമായതുകൊണ്ട് ഒരു കിണറുകളിലും വെള്ളമില്ല. അങ്ങനെ ഈ കൂടുതലും ആൾക്കാർ ഇവിടെ കൂലിവേലക്കാരാ. സ്ത്രീ ജനങ്ങൾ മുഴുവനും കൂലിവേലക്കാരാ. അവർ വൈകിട്ട് വന്ന അന്യ സ്ഥലങ്ങളിലോട്ട് വളരെ കിലോമീറ്ററുകൾ താണ്ടിയായി ഇപ്പം വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്ന ഓട്ടോകളിലാണ് ഇവിടെ വെള്ളം അടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. 3-4 കുടുംബങ്ങൾ ഒത്തുചേർന്ന് ഓട്ടോ വിളിച്ച് കുടിവെള്ളം കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. പിന്നെ കുടിവെള്ളം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും പഞ്ചായത്ത് ഇടപെട്ടോ അല്ലെങ്കിൽ ഏത് പിന്നെ വണ്ടിക്ക് കഴിഞ്ഞ വട്ടം ഓണക്കായപ്പോൾ പഞ്ചായത്തുകാർ വണ്ടിക്ക് വെള്ളം കൊണ്ട് തന്ന് അതേപോലെയുള്ള എന്തെങ്കിലും സംവിധാനം ഒപ്പിച്ച് ഞങ്ങൾക്ക് വെള്ളം എത്തിക്കണമെന്ന് ഒരു അപേക്ഷ കൂടെ ഉണ്ട്. പലരും സ്വകാര്യ വാഹനങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വീട്ടാവശ്യത്തിന് വെള്ളം എത്തിക്കുകയാണ്. ഈ ഭാഗത്തേറെയും കൂലിത്തൊഴിലാളികളായ സ്ത്രീകളാണ്. ജോലി കഴിഞ്ഞ് കുടിവെള്ളത്തിനായി പിന്നെയും കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥ. വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന ഇവർ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാടിലുമാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.